അകത്തോട്ട് വീഴും കൊച്ചേ. കൈമാറ്റ്. എല്ലായിടത്തും വേദനയുമാണ്. 18 വയസ്സാന്നാ വിചാരം അമ്മയ്ക്ക്. എന്താ എവിടെയെങ്കിലും ഇരുന്നാ പോരെ? ആലപ്പുഴന്ന് വീഴാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നോ? ഇപ്പൊ വന്നതാണോ കുറ്റം? ഞാൻ മനപ്പൂർവ്വം ചെന്ന് പറഞ്ഞു വീണതാണോ? എന്നും വീഴ്ച. അവൻ എന്ത് വിചാരിക്കും? ഇവിടെ വരുമ്പോ മുഴുവൻ തള്ളിയിടുകയെന്ന് വിചാരിക്കുമല്ലോ. ഞാൻ ആ പൊരയിടം നോക്കാനൊന്ന് പോയി. പിന്നെ പൊരയുടെ ആൾക്കാരെ എടുത്തോണ്ട് പോകും. അവൻ എന്റെ കഷ്ടകാലത്തിന് വിളിച്ചപ്പോ മനപ്പൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തത് തന്നെയാണ്. ഇല്ല വചനം പറയണത് അമ്മ. അല്ല എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഇതാണ് അമ്മ. അമ്മ അങ്ങനെ വിളയിൽ ഇങ്ങനെ പോയപ്പോ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് വീഴും. നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടമ്മ. ഡോക്ടർ തന്നെ ഇവൻ കൊണ്ടുവന്ന ഡോക്ടറെ എനിക്ക് വേണ്ട. നീ ജവനെ വിശ്വാസമില്ല, എനിക്ക് ഈ ഡോക്ടറെയും വിശ്വാസമില്ല. എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാ. പറയാൻ പറ്റില്ല, ചിലപ്പോ അമ്മയ്ക്ക് പൊതുവെ ഇംഗ്ലീഷ് മരുന്ന് ഇഷ്ടമല്ല, അതുകൊണ്ടാണേ. അമ്മ ഡോക്ടർ നോക്കട്ടെ. നോക്കണ്ടെന്ന് പറഞ്ഞാ നോക്കണ്ട. സാർ ഒരു കാര്യം ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ അമ്മ ഒന്നുകൂടെ സംസാരിച്ച് നോക്കട്ടെ. എന്താ എല്ല് പൊട്ടിയൊന്ന് നോക്കണ്ടേ? എന്റെ കാല് ശരിയാക്കി തരണം. ഞാൻ അടുത്ത മാസം മലയ്ക്ക് പോയി നിന്നതാണ്. എനിക്ക് അടുത്ത മാസം മലയ്ക്ക് പോകണം. അതിനല്ലേ ആ ഡോക്ടർ വന്നത്? ആ ഡോക്ടർ വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അമ്മ ഇത് എല്ലിന്റെ വളരെ വലിയ വിദഗ്ധനാണ്. നോക്കി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുതിര ഓടുമ്പോൾ ശബരിമല ഓടി കയറാം. വിശ്വാസമില്ല, നിന്നെ വിശ്വാസമില്ല. നീ കൊണ്ടുവരുന്ന ഒരു ഡോക്ടറെ എനിക്ക് വിശ്വാസമില്ല. തീർന്നല്ല. വേണ്ട, ഡോക്ടർക്ക് പൈസ കൊടുക്കണം. കൊടുക്കണം. ഡോക്ടർക്ക് 10-200 രൂപയെങ്കിലും കാശ് കൊടുക്കണം കേട്ടോ. ഞാൻ കേൾക്കാൻ വേണ്ടി പറയണ്ട. നീ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് പോലെ ഇനി ഡോക്ടർക്ക് പൈസയും കൂടെ കൊടുക്കണം. തരും, കിട്ടിക്കൊണ്ടേ പോകും. എന്ത് പറയാ? കടം പറയണം. അമ്മേനെ ഞാനിനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എത്ര തിരക്കിന് വന്നല്ല ഞാൻ. സോറി സാർ. ഇനി അമ്മ എപ്പോ വേണാലും ഡോക്ടറെ തന്നെ വിളിക്കാം. സുഖിപ്പിക്കാൻ വേണ്ട, നാളെ രാവിലെ കാശം എത്തിച്ചേക്കണം. ശരി. ഒരു 11 മണിയാവും സാർ എത്തിക്കാൻ. ഒരുപാട് താമസിക്കണ്ട. എന്തിനാണ് ഈ കളവ് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്? അമ്മയ്ക്ക് എന്ത് പറ്റിയോ? ഹലോ, നീ അമ്മ എന്ത് ചെയ്തെന്ന്? അമ്മയെ ഞാൻ ഇങ്ങനെ പൊക്കിയെടുത്ത് മേളിലോട്ട് ഇട്ടിട്ട് ഒരൊറ്റ അടി താഴെ. എന്താ നിനക്കല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞോളാം കേട്ടാ. ഡേ അത് എൻ്റെ അമ്മായി അമ്മയാണ്. നീ അത്ര വലിയ ദണ്ണമൊന്നും കാണിക്കണ്ട കേട്ടാ. എടാ, ആരെ അമ്മായി അമ്മയായാലും വയസ്സായല്ലേടാ, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാമോ? ഞാൻ പലതും കാണിക്കും. കാര്യം നടക്കാൻ വന്നേ, ആവശ്യമില്ലാതെ എല്ലായിടത്തും വന്ന് കാര്യം അന്വേഷിക്കാൻ വന്നോളൂ. അമ്മ ഒരു കാര്യം ചെയ്ത് എഴുന്നേറ്റേ. എന്ത് ചെയ്യും ഞാൻ? വളരെ മോശമായി, വളരെ മോശം. ഒരു ഡോക്ടറെ തെറിയാക്കണ്ടെന്ന് അതും ഇപ്പൊ കേട്ടു. എന്ത് പറ്റി? എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ പറമ്പില് രാവിലെ പോയി തെറ്റി വീണേക്കണ്. ഞാൻ വെറുതെ പോയതാണ്. ഞാൻ ആ പറമ്പൊന്ന് നോക്കാൻ പോയി. കാട് പിടിച്ച് കയറി കിടക്കുന്ന പോലെ ഓടി പറമ്പിലോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ തെന്നി വീണത്? രാവിലെ പറഞ്ഞിട്ട് പോയത് മൊത്തം കാട് കയറി കിടക്കാണ് അവിടെ. തെന്നിയതൊന്നും അല്ല, മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. എന്തേടെ വയസ്സായില്ലേ, കുറച്ച് നോക്കി കണ്ടൊക്കെ ചെയ്യില്ലേ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ? നീ ഒന്നും കണ്ടില്ലല്ലോ, ചുമ്മാ കാണാത്ത കാര്യങ്ങൾ പറയല്ലേ. അമ്മ പറയുന്നല്ലേ, ഞാൻ കണ്ടില്ല. അമ്മ പറയുന്നല്ലേ. അമ്പിളിക്കുട്ടൻ ചേട്ടാ ഇവിടെ ആർക്കും പ്രാന്തൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും തള്ളിയിടുവോ? പിന്നല്ലാതെ. പിന്നെ എന്ത് പറ്റി അമ്മ? എന്ത് പറ്റി? എന്റെ കാലിനിക്ക് എടുത്താനക്കാൻ പോയി എന്നെ അമ്പിളിക്കുട്ട മക്കളെ. എന്ത് പറ്റിന്ന് അറിയില്ല. എല്ലാം എന്തോ ഒടിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. എല്ലാം ഒടിഞ്ഞ എങ്ങനെ ഇരിക്കുവോ? ഇതെന്താണെന്ന് നോക്ക്. ഡോക്ടർ മര്യാദയ്ക്ക് നോക്കി പോയ അമ്പിളിക്കുട്ട മക്കളെ ഡോക്ടർ നോക്കാൻ സമ്മതിക്കണില്ല. ഇത് അത്ര വലിയ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നില്ല. ഒടിഞ്ഞാന്ന് എനിക്കൊരു പേടി. അയ്യോ അമ്മ, ഒടിഞ്ഞാ ഇങ്ങനെ ഇരിക്കില്ല, ഉടനെ നീരടിക്കില്ല. അത് ഒടിഞ്ഞാൽ തന്നെ എന്തുമാത്രം വേദന എന്നറിയാമോ? ഇത് അതൊന്നും അല്ല. കുറച്ച് കുഴപ്പമെടുത്തോട്ടോ. വേണ്ട, അവന്റെ കുഴമ്പും വേണ്ട, അവന്റെ ഡോക്ടറും വേണ്ട, അവന്റെ ഒരു ഔദാര്യം വേണ്ട. എനിക്ക് വേണ്ട. അവൻ അമ്മ എന്നെ വിശ്വസിക്കണ്ട. വിശ്വസിക്കൂല. രാവിലെ എന്നെ എന്തെല്ലാം പറഞ്ഞറിയാമോ? ഞാൻ ചാണായിട്ടില്ലെന്ന് പറയുന്ന സംശയിച്ച്. കർത്താവ് മേളി ഉണ്ടമ്മ, മറക്കല്ല്. കള്ളനാക്കാണ് എന്നെ കുറ്റക്കാരിയാക്കുന്നു. തള്ളിയിട്ടെന്ന് നീ കണ്ട ചുമ്മാ എന്തായാലും
ഈ ഓരോ കഷ്ടകാലം വന്നത് എനിക്ക്. ഇതിപ്പോ കുഴപ്പമില്ലെന്നേ. ഇതിപ്പോ ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കണം. ചൂടാ കൈ അങ്ങോട്ട് അങ്ങോട്ട്. ഞരമ്പുകൾ ഓടണ കാലാണ് ഇത്. പറഞ്ഞ ഡോക്ടറെ കാണിച്ചു. അയ്യോ ഓ സൈക്കി അത് അയ്യോ എനിക്ക് കനകനോട് ഞാൻ എന്ത് പറയും? അയ്യോ അതിനൊന്നും വേണ്ടിയൊന്നും ഇല്ലെന്നേ. ഇതിപ്പോ ശരിയാവും, നോക്കിക്കോ. ഇച്ചിരി കൂടി വേണം. അമ്പിളിക്കുട്ടാ അമ്പിളിക്കുട്ടാ. അമ്മ ധൈര്യം ഇപ്പൊ ശരിയാവും. ഇപ്പൊ ശരിയാവും. ഇതങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ തടവി അങ്ങ് മാറുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. എന്നാ ഇച്ചിരി കൂടി ഒഴിച്ചാ. ഇല്ലമ്മേ ശരിയാവും. ഗുരുജനം പറഞ്ഞല്ലോ. ഇത് ഇപ്പൊ മാറിക്കോളും. തിരുമാതിരുന്നാലും കുഴപ്പല്ലേ? ഇല്ല അമ്മേ, അമ്മ പിള്ളേരെക്കാളും കഷ്ടാവല്ലേ? 1 2 വേദന എനിക്കല്ലേ അറിയാൻ പറ്റുമോ? 2 സാരമില്ല പോട്ടെ. 3 ഇനി 2 വിരൽ കൂടെ എടുത്തു കഴിഞ്ഞാ ക്ലിയറായി. 4 ഇങ്ങനെ ആശ്വാസം ഉണ്ടോ? ഓക്കെ. ഒരു സുഖമായില്ലേ? ഇനി ഇവിടുത്തെ കുഴ അതിപ്പോ ശരിയാക്കാം. കുഴ വല്ലതും തെറ്റിയതായിരിക്കും. നീ വലിയ മർമാണി എന്ന് പറഞ്ഞ ആളായിട്ട് എന്താണ് എന്താ അമ്മ വിളി. അമ്മ വിലങ്ങിന്ന് തോന്നുന്നു. ശ്വാസം മുട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാണ്. എന്താ ചെയ്തെന്ന് ഇതൊക്കെ എവിടെ ഞരമ്പ് കയറി കുരുങ്ങിട്ടുണ്ടാവും. മക്കളെ എന്റെ പൊന്നു മോനെ ക്ലീറ്റസ് ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് പോയി. ഡോക്ടറെ അല്ല, ഞാൻ ഡോക്ടറെ വിളിച്ചോ. ഡോക്ടറെ തൊട്ട എന്നെ തൊടാമോ? പൊന്നു മോനെ അമ്മയ്ക്ക് വിലങ്ങിയിരിക്കണ എന്തെങ്കിലും ചെയ്യും. അതെ, ഡോക്ടറെ വന്ന ഡോക്ടർ തൊടണേന് കുഴപ്പമില്ലല്ലോ. ഞാൻ വിളിച്ചോണ്ട് പറഞ്ഞ ഡോക്ടർ കുഴപ്പമുണ്ടോ? ഇല്ല. ആ അപ്പൊ ഞാൻ വിളിച്ചോണ്ടിരാം. അയ്യോ നീ എല്ലായിടത്തും വലിയ ആള് കളിക്കരുത് കേട്ടാ. കൈയിട്ട് വാരം, പട്ടിടത്ത് മാത്രം കൈയിട്ട് വാരും. അവൻ വലിയ മർമാണിയാണ്, പോലും മർമാണി. മക്കളെ പോയിട്ട് വാ. അങ്ങോട്ട് കേറി നിൽക്കുന്ന നടുക്കോട്ട്.